ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതമും നിധിയും കൂടി പാറുവിനെ ആ റൂമിൽ നിന്നും കതക് തല്ലി തുറന്ന് തല്ലിപ്പൊളിച്ച് അവിടെ നിന്നും ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഡോക്ടർ വേണ്ട ആ ഒരു ചികിത്സയൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഗൗതം കണ്ണ് നിറച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. തനിക്ക് വേണ്ടി ജീവൻ കളയാൻ ഒരുങ്ങുന്ന പാറുവിന് ഈ അവസ്ഥ വന്നല്ലോ എന്നുള്ള ആ മാനസികാവസ്ഥയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പാർവതിയെ കണ്ണ് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ പാറു ഉടൻ തന്നെ എൻ്റെ മക്കളെ എൻ്റെ അടുത്ത് എത്തിയില്ലേ, വാ നമുക്ക് പോവാൻ, നിന്നെ ആരതി എടുത്ത് വീട്ടിലോട്ട് ഒഴിയണം എന്നാണ് ഈ അമ്മയുടെ ആഗ്രഹം, വാ മോളെ മോനെ വാ പോവാം എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണം, അമ്മ ഒന്ന് അടങ്ങി നിന്നെ, അമ്മയുടെ തലയിലാണ് ഇപ്പോൾ സ്റ്റിച്ചിട്ടിരിക്കുന്നത്, അമ്മ ഒന്ന് അടങ്ങി നിൽക്കുകയെന്ന് പറയാം കേട്ടോ. ഇത് കേട്ടുടൻ തന്നെ ഇല്ലടാ, എൻ്റെ വേദനയെല്ലാം മാറി, എൻ്റെ മക്കളെ കാണുമ്പോൾ എനിക്ക് വേദനയെല്ലാം മാറും, നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ, അത് വേണ്ടമ്മേ, നമ്മുടെ വീട്ടിലോട്ട് ഇനി നമുക്ക് പോകണ്ട. അത് കേട്ടുടനെ പിന്നെ ഞാൻ എന്താ വേണ്ടത്? അത് കേൾക്കുന്ന ഗൗതം പറയണേ, അത് പറ്റത്തില്ല അമ്മേ, ഇപ്പോഴമ്മ ആ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ വസുന്ധര ആൻറ്റിക്ക് വീണ്ടും അമ്മ ഒരു അടിമയായതുപോലെ തോന്നും. അപ്പോൾ അമ്മയെ വീണ്ടും അവർ പീഡിപ്പിച്ചും കൊണ്ടിരിക്കും. അതുകൊണ്ട് അമ്മ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി എന്ന് ഗൗതം പറയുമ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയുന്നത് ശരിയാണ്, ഏട്ടൻ പറയുന്നതിൽ കാര്യമുണ്ട്. അത് കേൾക്കുന്ന പാറു, എൻ്റെ വീട്ടിൽ എന്നോട് ഗൗതം നീ പോണ്ടെന്നോ? അതെ അമ്മ, അപ്പോൾ താൽക്കാലികത്തിന് അവിടോട്ട് പോണ്ട, തൽക്കാലം എൻ്റെ വീട്ടിലോട്ട് പോവാം, ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന എൻ്റെ കൂടെ അമ്മ കുറച്ച് ദിവസം നിൽക്ക്, എങ്കിലാണ് വസുന്ധര ആൻറ്റിക്ക് അടി കൊടുക്കാൻ പറ്റിയത്, അവർക്ക് തിരിച്ചടി കൊടുക്കണം, ഗൗതം പ്രണവ് ആരാണെന്ന് തിരിച്ചറിയണം. അത് കേൾക്കുന്ന പ്രണവ്, ശരിയാണ് അമ്മേ, അമ്മ ഇനി ആ വീട്ടിൽ ഉണ്ടാവരുത്, അപ്പോഴാണ് അവർ കഷ്ടപ്പെടുകയുള്ളൂ, അവർക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നിധി പറയുന്നത് ശരിയാണ്, അമ്മയില്ലാത്ത കുറവ്, പാറു ഇല്ലാത്ത കുറവ് അവിടെ അറിയണം, അത് അറിയണമെങ്കിൽ പാറു അവിടെ നിന്ന് മാറി നിന്നേ പറ്റുള്ളൂ എന്ന് തീരുമാനമായിട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സിസ്റ്റർ കയറി വരുന്നത്, ഇതാ ബില്ല്, ഡിസ്ചാർജ് ബില്ല് എന്ന് പറയണ്ട. അത് കേൾക്കുന്ന പ്രണവ്, ശരി ഞാനിത് അടച്ചോളാം, അമ്മയും കൊണ്ട് ഏട്ടൻ പോകാൻ നോക്കിയെന്ന് പറയണ്ട. അങ്ങനെ പാറുവിനെയും കൊണ്ട് അവരുടെ വാടക വീട്ടിലോട്ട് പോകാനിട്ടോ. ഇതേ സമയം ഗേറ്റ് കിടക്കുമ്പോൾ പാറുവിൻ്റെ കണ്ണ് നിറയാണ്. പാറു പറയണേ, ഞാൻ എൻ്റെ മകൻ എൻ്റെ കൂടെ വരാൻ ആഗ്രഹിച്ച നിമിഷമായിരുന്നത്, എൻ്റെ വീട്ടിലാണെന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരുടെയും കൂടെ ഒരുമിച്ച് എനിക്ക് നിൽക്കാനുള്ള ആ ഭാഗ്യമുണ്ടായിരുന്നു. അത് കേൾക്കുന്ന അതിനെന്താ, ഇപ്പോഴും ആ ഭാഗ്യമുണ്ടല്ലോ, പ്രണവല്ലേ ഇല്ലാത്തത്? പ്രണവ് ഇല്ല, അവൻ്റെ ജീവിതം ഇനി എന്താവുമെന്നറിയില്ല, ആ വൃത്തി കെട്ടവളെയാണല്ലോ അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇനി പ്രണവിൻ്റെ ജീവിതം എന്താവുമെന്ന് പറയാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ, അവനെ സൂക്ഷിക്കാൻ അവനെ അറിയാം അമ്മേ, എന്തായാലും അമ്മ അകത്തോട്ട് കയറി വാ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഇതേ സമയം വീണ്ടും പാറു പറഞ്ഞ് കരയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എനിക്ക്, ഗൗതം നീ വാടാ വീട്ടിലോട്ട് വാ. അപ്പം നിധി പറയണേ, എൻ്റെ പാറു, എൻ്റെ അമ്മേ ഒന്ന് സമാധാനപ്പെട്, ഞങ്ങൾ ആ വീട്ടിലോട്ട് തിരികെ വരും, പക്ഷേ ഈ സമയം ഇപ്പോൾ ഈ നിമിഷം ഞങ്ങൾ ആ വീട്ടിലോട്ട് തിരികെ വന്ന പാറുവിന് ഇനിയും ഒരു അടിമ ആവേണ്ടി വരും. ഇപ്പോൾ വസുന്ധര ആൻറ്റി അമ്മയോട് കാണിച്ചത് എന്താ, അത് വീണ്ടും കാണിക്കും, അവരുടെ എല്ലാ ദേഷ്യവും ഞങ്ങൾ അങ്ങോട്ട് തിരികെ വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായും കാണിക്കും, പ്രത്യേകിച്ച് എന്നോട് കാണിക്കേണ്ടതൊക്കെ പാറുവിനോട് കാണിക്കും എന്ന് പറയട്ടെ. അപ്പോൾ ഗൗതം പറയുന്നത് ശരിയാണ്, അത് കാണിക്കും, അതുകൊണ്ട് ഇപ്പോൾ പോകണ്ട, കുറച്ച് ദിവസം എൻ്റെ കൂടെ നിൽക്കുക. അപ്പോൾ നിധി പറയണേ, കുറച്ച് ദിവസം നിന്നാലാണ് ഊണും എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് ചെയ്തു കൊടുക്കുന്നതല്ലേ, അതൊക്കെ കിട്ടാതാവുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പാറു പറയണേ, എന്തായാലും നിന്നെപ്പോലെ ഒരു മരുമകളെ എൻ്റെ വീട്ടിലോട്ട് കിട്ടിയതിൽ ഞാൻ ഭാഗ്യവാനാണ്, എൻ്റെ മകനും ഭാഗ്യവതിയാണ് എന്നൊക്കെ മകനെയും പാറുവിനെയും കുറിച്ച് ഇങ്ങനെ പാറു തന്നെ പറയാൻ കേട്ടോ. ഇതേ സമയം നിധി പറയണേ, എപ്പോഴും ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ മതിയോ, നമുക്കൊന്നും കഴിക്കണ്ടേ, കുറച്ച് കഴിഞ്ഞാലും നമുക്ക് സംസാരിക്കാം. അത് കേട്ടോടെ തന്നെ ഗൗതം, എന്തെങ്കിലും പോയി എടുത്തിട്ട് വാ. അപ്പം നിധി പറയണേ, ഞാൻ എടുത്തിട്ട് വരട്ടെ, വേണ്ട മക്കളെ എനിക്കൊന്നും വേണ്ട, ഈ അമ്മക്കിപ്പോൾ വിശപ്പില്ല, വസുന്ധര എന്നോട് കാണിച്ചത് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സ് നെഞ്ചിങ്ങനെ നീറിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ടോടെ തന്നെ, അത് കഴിഞ്ഞില്ലേ, ഞാൻ എന്തായാലും ഊണെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഗൗതമിനോട് വേണ്ടെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണ, അമ്മയുടെ മകനല്ലേ അമ്മക്ക് വാരിത്തരുന്ന, അപ്പോൾ അമ്മ കഴിക്കില്ലേ, എന്നെ സ്നേഹിക്കുന്ന അമ്മക്ക് എന്നെ ഇഷ്ടമല്ലേ, എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ അങ്ങനെ പറയുന്നത്? അയ്യോ ഗൗതം, നീ അങ്ങനെയൊന്നും പറയരുത്, ഈ അമ്മ ജീവിക്കുന്നത് തന്നെ എനിക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഗൗതം ഇങ്ങനെ പാറുവിന് ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ വാരി കൊടുക്കാൻ കേട്ടോ. അങ്ങനെ നിറകണ്ണുകളോടുകൂടി വസുന്ധര പാറു അത് കഴിക്കുമ്പോൾ ഗൗതമിന് സന്തോഷമാവാണ് കേട്ടോ. എൻ്റെ
അമ്മയുടെ എല്ലാ അസുഖം ഇതോടുകൂടി മാറണം. കുറച്ച് ദിവസം ഈ വീട്ടിൽ നിന്നതിന് ശേഷം നമുക്ക് തിരികെ നമ്മുടെ വീട്ടിലോട്ട് പോവാം എന്നും ഗൗതം പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ ശിവാനിയുടെയും വസുന്ധരയുടെയും അടുത്ത നീക്കം എന്താണെന്ന് നമുക്കറിയണം. അതുകൊണ്ട് അമ്മ ഈ വീട്ടിൽ നിന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് രാത്രിയിൽ ഇവർ ഈശ്വരമംഗലത്തോട്ട് വരികയാണ്. ആ സമയം വസുന്ധരക്ക് വല്ലാത്തൊരു തലവേദനയാണ്. കാരണം പ്രണവും ഗൗതമൊക്കെ ചെയ്തിരുന്ന ആ ജോലി വസുന്ധര ചെയ്യുമ്പോൾ അത്രയും ഭാരം തന്നെ തലയിലോട്ട് വരുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് കയറി വരേണ്ട. അപ്പോൾ ഉടൻ തന്നെ ശിവാനി പറയണ, അതാ ആൻറ്റിയുടെ റൂം തുറന്ന് കിടക്കുകയാണല്ലോ. അത് കാണുന്നതിനോട് കൂടി വസു, ശരിയാണല്ലോ, അണ്ണി എവിടെ പോയി, ഏട്ടത്തി എവിടെ പോയി എന്നും പറഞ്ഞിട്ട് ആ റൂമിലോട്ട് ഇടിച്ചു കയറുന്നുണ്ട് കേട്ടോ. അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴും അവിടെ പാറുവിനെ കാണുന്നില്ലെന്ന് വസുന്ധര മനസ്സിലാക്കുകയാണ്. അങ്ങനെ വസുന്ധര പുറത്തോട്ട് വന്നിട്ട്, എടാ നിൻ്റെ അമ്മ എങ്ങോട്ടാണ് പോയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പ്രണവ് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ശിവാനി ചോദിക്കുന്നുണ്ട്, പ്രണവ് നിന്നോടല്ലേ ചോദിക്കുന്നത് എവിടെ ആൻറ്റി പോയത്, പ്രണവിൻ്റെ അമ്മ എങ്ങോട്ടാണ് പോയത്, എവിടോട്ട് പോയി എന്നൊക്കെ പറയാം കേട്ടോ. എന്നാൽ ഈ സമയം അടുക്കളയിൽ ഉണ്ടാവും എന്ന് കരുതിയിട്ട്, ഏട്ടത്തി എനിക്കൊരു കോഫി ഇട്ടിട്ട് വാ, വല്ലാത്ത തല വലിക്കുന്നു, കുറച്ച് കടുപ്പത്തിലായിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയണേ, ഇനി എൻ്റെ അമ്മ നിങ്ങൾക്ക് വേണ്ടി ചായ ഇടില്ല എന്ന് പറയണ്ട. അത് കേൾക്കുന്നതിനോടുകൂടി വസുന്ധര ആകെ ഞെട്ടിപ്പോണ്. എന്താ നിങ്ങൾ പറഞ്ഞത്? അതെ, എന്താണ് നീ പറഞ്ഞത്? അതെ, എൻ്റെ അമ്മ നിങ്ങൾക്ക് വേണ്ടി ചായ ഇട്ട് തരാൻ നീ വീട്ടിലുണ്ടാവില്ല. അത് കേൾക്കുന്ന ശിവാനി, ആരോടാണ് ഈ സംസാരിക്കുന്നത് അറിയോ പ്രണവ്? ആരോടാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. എൻ്റെ അമ്മയെ ആ റൂമിലോട്ട് വലിച്ചഴിച്ച് പോകുമ്പോൾ എൻ്റെ അമ്മയുടെ തല പൊട്ടി ചോര വാർന്നൊഴുകുമ്പോഴും നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയോ? ഇനി എൻ്റെ അമ്മ ഈ വീട്ടിലുണ്ടാവില്ല. അത് കേട്ട ഉടനെ വസുന്ധര, നിൻ്റെ അമ്മ പിന്നെ എങ്ങോട്ടേക്ക് പോവാൻ? ഗൗതം ഏട്ടൻ്റെ കൂടെ പോയി, ഏട്ടനും ഏട്ടത്തിയുടെയും കൂടെയാണ് ഇനി അമ്മ താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ശിവാനിക്കത് താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ. എന്ത് പ്രണവ്? അതെ, അവരങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഉടൻ തന്നെ വസുന്ധര, ഈശ്വര, ഞാൻ അവരുടെ അടുത്തോട്ട് പോകരുതെന്ന് കരുതിയാണ് അവരെ ആ റൂമിലിട്ട് പൂട്ടിയത്. എന്നാൽ ആ റൂം തുറന്ന് അവർ പോയെന്നോ? എന്താണ് നീ പറഞ്ഞത്? അതെ, എൻ്റെ ഏട്ടൻ ഇവിടെ വന്ന് എൻ്റെ അമ്മയെ രക്ഷിച്ചു കൊണ്ടുപോയി. ഇനി ഏട്ടൻ്റെ അരികിലോട്ട് ആൻറ്റിക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അങ്ങ് ചെന്ന് നോക്കുകയെന്ന് പറയാം കേട്ടോ. അങ്ങനെ പ്രണവ് അവിടെ നിന്നും പോകുമ്പോൾ വസുന്ധരയാണെങ്കിൽ എന്നെ തോൽപ്പിക്കാനാണ് അവർ നോക്കുന്നത്, എന്നാൽ എന്നെ തോൽപ്പിക്കാൻ ഒരിക്കലും ആർക്കും കഴിയില്ല. ഇനി എൻ്റെ അടുത്തോട്ട് തന്നെ അവർ തിരികെ വരും, കാണാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വസുന്ധര അവിടെ നിന്നും പോകുമ്പോൾ അവിടെ ശിവാനി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ഈശ്വര, വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് എനിക്കിപ്പോൾ. വെച്ചടി ഉയരം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതാണിപ്പോൾ ഞാൻ അനുഭവിച്ചിരിക്കുന്നത്. കമ്പനിയുടെ എല്ലാ കാര്യവും എനിക്ക് കിട്ടുന്നു. അതിന് പുറമെ ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇനി എൻ്റെ ഭരണം, ഇനി ഈ വസുന്ധര എന്ന് പറയുന്ന ആ ഒരാളെയും കൂടി ഈ വീട്ടിൽ നിന്ന് ഇറക്കിക്കഴിഞ്ഞാൽ എല്ലാം എൻ്റെ കൈക്കുള്ളിലായി എന്നൊക്കെ എന്നെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പാറുവിനെയാണ് കാണിക്കുന്നത്. പാറു വസുന്ധര തന്നോട് ചെയ്ത ആ പ്രവൃത്തി വീണ്ടും വീണ്ടും തൻ്റെ ഓർമ്മകളിലൂടെ ഇങ്ങനെ കടന്നു പോവാണ്. തനിക്കത് താങ്ങാൻ കഴിയുന്നില്ല. അതൊക്കെ ചിന്തിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് നിധിയും ഗൗതവും വരികയാണ്. എന്താ ആലോചിക്കുന്നത് എന്നിങ്ങനെ നിധി വന്നിട്ട് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയാം, എന്താ പാറു ആലോചിക്കുന്നത്? എൻ്റെ വീട്ടിൽ എനിക്കിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നില്ലേ? ഞാനൊരു ആ ഇല്ലാത്ത ഒരാളായി മാറിയില്ലേ? അത് കേൾക്കുന്ന നിധി, അങ്ങനെയല്ല അമ്മയുടെ തെറ്റിദ്ധാരണയൊന്നുമില്ല. എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വേണ്ടി വന്നില്ലേ? വസു എന്നോട് കാണിച്ചത് ആലോചിക്കുമ്പോൾ എൻ്റെ നെഞ്ച് പൊടിയുന്നു. അത് കേട്ട ഉടൻ തന്നെ നിധി പറയാണ്, അവരതും കാണിക്കും, അതിലപ്പുറം കാണിക്കും. അത് തടയിടാനാണ് തൽക്കാലം അമ്മ ഇവിടെ നിൽക്കാൻ പോകുന്നത്. അമ്മയുടെ വീട് ഒരിക്കലും അമ്മക്ക് വിട്ടുകൊടുക്കേണ്ടി വരില്ല. അമ്മ അവിടെ തന്നെ താമസിക്കും എന്നും പറയുന്ന ആ ഒരു എപ്പിസോഡൊക്കെയാണ് കേട്ടോ ഇനി നാളെ വരാനിരിക്കുന്നത്.